എനിക്കൊരു കച്ചോടം കൂടണ ഞാനൊരു തറവാട് പ്രാഞ്ചിയരിക്കട മേലാള് കുരുവിയടക്കട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും പലവേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ പാപഞ്ചേട്ടാ, നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് സമാധാനപ്പെട്. സമാധാനപ്പെടേ? മൂട്ടില് തീ പിടിച്ചിരിക്കുമ്പോഴാ സമാധാനപ്പെടണേ. ഉറുപ്പ്യോ 1 2 അല്ല, 2 ലക്ഷം 2 ലക്ഷം. നീ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ഇക്കിന്ന് കാച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെ ഡീലിങ് തെറ്റിയിട്ടില്ല. ഇത് എവിടെ ഒന്ന് പഴച്ചു, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അതൊന്നും കേക്കണ്ട. ഇന്ന് 10-ാം തീയതി എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് പണം തരാന്ന് പറഞ്ഞാ നീ കുരുവേ. കച്ചവടക്കാർക്ക് വാക്കാണ് ദൈവം, അത് മറക്കല്ലേ നീ. നേരം കുറയിലൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്താ സംഭവം? ഒന്നുമില്ല പ്രാഞ്ചേ, പാപ്പൻചേട്ടന്റെ പറമ്പിൽ അടക്ക കച്ചവടം ചെയ്ത വകയിൽ ഒരു 2 ലക്ഷം ഉറുപ്പ്യ കൊടുക്കണ്ടേ? അത് ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞതാ, കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ അടക്ക എക്സ്പോർട്ട് ചെയ്യണം മൊയ്തു എനിക്കൊരു 2 ലക്ഷം ഉറുപ്പ്യ തരാണ്ട്. അത് ഇന്ന് എത്തിക്കാന്ന് പറഞ്ഞ അത് കിട്ടിയ പാപ്പൻചേട്ടന് കൊടുക്കാച്ചിട്ടായിരുന്നു. പക്ഷെ വിളിച്ചിട്ട് മൊയ്തു ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ എക്സ്പോർട്ട് മൊയ്തുക്കല്ലേ? ആ, ഏത് നമ്പറാ കയ്യിലുള്ളത്? അവന്റെ ലാസ്റ്റ് 60 വരണ നമ്പർ എന്റെ ഉണ്ടല്ലോ. ഏതാ നോക്കട്ടെ. ഇത് വേറെ നമ്പറാണല്ലോ. ആ, 2 നമ്പർ ഉണ്ട്. അത് വിളിച്ചോക്ക്, ഇത് എടുക്കുന്നില്ല. ഹലോ, ആ മൊയ്തുക്കല്ലേ? ഞാനാരാന്ന് അത് പറയാം. ഇത് മൊയ്തുക്കാണോ? സുഹൃത്ത്, ഞാൻ പോയി അനാവശ്യം ഒന്നും പറഞ്ഞല്ലോ. ചോദിച്ചതിനൊരു മറുപടി പറഞ്ഞാ പോരെ. മൊയ്തുക്കണി അത് പറയേ. എന്തുട്ടാ താൻ പറയണേ? ഒന്ന് പോടാ അവിടുന്ന്. താൻ തന്നെ മൂക്കിൽ വലിച്ചേറ്റോ? ഫോൺ വെച്ച് പോയടാവിടുന്ന്. ഒരു വർത്താനം പറയണ്, അത് സൗകര്യമില്ല. മൊയ്തുക്കല്ലേ? അവനേതൊരു പാർട്ടിനെന്താ നേതാവ് അത്ര. എന്തായാലും മൂക്കിൽ വിളിക്കും അവൻ. പിന്നെ വിളിക്കണ്ട. നീ എടുക്കണ്ട, നിനക്ക് കോപം കൂടുതല. ഞാൻ വിളിക്കാം. ഹലോ, അതെ സോറി ചേട്ടാ, നമ്പർ മാറിപ്പോയതാണേ. മൊയ്തുക്കാന്ന് പറഞ്ഞൊരാളെ വിളിച്ചാണ്. ആദ്യം എടുത്താളോ? അതാരെങ്കിലും ആവട്ടെ, തെറ്റുപറ്റിന്ന് പറഞ്ഞല്ലോ. എന്തേ? ഔ, അയാൾ അറിഞ്ഞാലേ പറ്റൂ. എന്തിന് അറിഞ്ഞ നീ അവനെ മൂക്കിൽ വിളിച്ചേറ്റോ? ഒന്ന് വെച്ചിട്ട് പോടെ ശവി. നീ ആരാ? വെറുതെ ഓട പറ്റി. എന്ത് കാര്യണ്ട്? ചേട്ടൻ ഭാവിയും സൂപ്പർ, അനിയൻ ഭാവിയും സൂപ്പർ. ഇത്ര ചെറിയ കാര്യത്തിൽ നിങ്ങൾ ചൂടായേ? അല്ല ബാബി ചേട്ടാ, മൊയ്തുക്കെ കണ്ടല്ലേ ഉടനെ നിങ്ങളുടെ പണം മേടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ എത്തിക്കും. അതുവരെ നിങ്ങളൊന്ന് പ്രാഞ്ചിയെ, ഞാനങ്ങനെ അനാവശ്യമായിട്ട് വായിച്ചു വിട്ടുന്ന ആളെല്ലാം എനിക്ക് അറിഞ്ഞൂടെ? എന്റെ നിവൃത്തിയിടുകൊണ്ടാ ആ കൊള്ള പലിശക്കാരെ അവറാൻ്റെ 2 ലക്ഷം ഉറുപ്പ്യ പലിശക്ക് മേടിച്ചിട്ടേ ഇപ്പൊ മാസം 3 ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. അയാൾ അറുത്ത കയ്യിൽ ഉപ്പ് കേൾക്കില്ല. നിനക്കറിയാലോ അത്. ആ പലിശ കൊടുത്ത് ഞാൻ മുടിഞ്ഞു. ഇന്ന് ആ പണം കൊടുത്തില്ലെങ്കിൽ അവന്റെ വീട്ടിൽ കയറി വെട്ടു. സംഗതി ഇങ്ങനെയൊക്കെയാണ് കിടപ്പല്ലേ? അവറാൻ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരടാ പ്രാഞ്ചിയെ. അറിഞ്ഞി അവരെ വന്നെ കടയിലേക്ക് വിട്. ഞാൻ പറഞ്ഞില്ലേ പാപ്പൻ ചേട്ടാ, അങ്ങോട്ട് കടയിലേക്ക് വിട്ടാ മതി. ശരിയാവണേ. കാശ് കൊടുക്കാനല്ല, 2 ദിവസം കൂടി നീട്ടി കിട്ടുമെന്ന് നോക്കിയാനേ. അത് ശരി. പിന്നെ വിളിക്കായി ഇതാവൻ തന്നെയാണല്ലോ. അതെ, ഇന്ന് 2 ആളും വേണ്ട, ഞാൻ വിളിക്കാം. ഹലോ സുഹൃത്തേ, അതൊരു റോങ് നമ്പർ ആയിരുന്നു. എന്താ ഞാനൊരു രാജദ്രോഹ കുറ്റം ചെയ്തിട്ടില്ല. ശബ്ദം മാറി മാറി വരണ്ടെന്നാ. അത് ശബ്ദം മാറി മറിഞ്ഞൊക്കെ വരും. പിന്നെ ഒന്ന് പോടാവുന്ന ഇങ്ങോട്ട് നോക്കിയേ. നീ ഇനി നിന്റെ പേരിൽ വിളിച്ചിട്ടല്ലോ. നീ കൊടുങ്ങല്ലൂര് ഭാര്യയുടെ പുതിയ പാട്ടുകൾ കേട്ടാ. ഇതാള് വേറെ പോടാ. അല്ല അവനാക്കുന്നു. നിങ്ങൾ 2 ആളും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല. അത് ശരി, ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് നിൽക്കാവില്ല.
ആ വെറുതെ വെറുതെ നീ വന്നു തന്നേടാ. നമ്മുടെ ഏട്ടങ്കടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഒന്ന് സോൾവ് ആക്കണം. നിന്റെ ഇഷ്ടം പോലെ കുരുട്ടുപതിയുള്ള പുകഴ്ത്തല്ലേ. എന്താ പ്രശ്നം? നമ്മുടെ പാപ്പച്ചേട്ടന് 2 ലക്ഷം ഉറുപ്പിയോടെ കണ്ട് ചേട്ടങ്കടി. പാപ്പച്ചേട്ടന് ആ കാശിട്ടിട്ടോടെ നിന്ന് തന്നെ പലിശക്കാരൻ അവറാച്ചേട്ടന്റെ കടമിട്ട. കുരുവേട്ടൻ പാപ്പച്ചേട്ടന് 2 ലക്ഷം കൊടുക്കണ്ട, കൊടുത്തൂടെ? ഏട്ടങ്കടിക്ക് കൊടുക്കാനുള്ള പൈസ മൊയ്തൊക്കെ കൊടുത്തിട്ടില്ല. അയാളെയാണ് വെച്ചെങ്കിൽ ഫോൺ ചെയ്തിട്ട് കിട്ടണില്ല. മൊയ്തുക്ക് നമ്മുടെ കുരുവേട്ടന് 2 ലക്ഷം കൊടുത്താലാണ് അത് പാപ്പച്ചേട്ടന് നമ്മുടെ കുരുവേട്ടന് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നീ എന്ത് കാശ് പറഞ്ഞല്ലേ അവന്റെ കട്ടി ഇങ്ങനെ വാശി പിടിക്കല ചേട്ടാ. കാശ് തരാൻ അപ്പൊ തന്നെ കാശില്ലേ, എനിക്കെന്നാ പണം കിട്ടണം. തനി ബ്ലേഡ് പലിശക്കാരെ പോലെ ഇങ്ങനെ സംസാരിക്കല്ല എന്റെ അവറാച്ചേട്ടാ. നീ എന്നെ കൂടെ ദോഷിക്കണ്ടേ, മനസ്സിലായോ എനിക്ക്? എത്ര നാളായി ഞാൻ എന്നിട്ട് നടന്നിരിക്കുന്നില്ല. ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ കാശ് ഇന്ന് കിട്ടിയേ പറ്റും. എന്തോരം നടക്കേണ്ട വരും ഇപ്പൊ ഞങ്ങട്. ചേട്ടാ, ചേട്ടന് തരാനുള്ള കാശ് സത്യമായിട്ടൊന്നും തരാൻ ചോദിച്ചാണ്. എന്റെ ഏട്ടൻ തരാനുള്ള കാശൊന്നും തന്നിട്ടില്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ ഒരു സമയം ചോദിച്ചേ. ഞങ്ങളങ്ങനെ വാക്ക് തെറ്റിക്കുന്ന ആൾക്കാരൊന്നുമല്ല. എനിക്കറിയാടാ നിങ്ങളെ, പക്ഷെ എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്റെ മോന് ഇവിടെ ഒരു കോഴ്സിന് ചേർത്താനായിട്ട് 2 ലക്ഷം രൂപ എനിക്ക് കൊടുക്കണം. നമ്മുടെ ചാവക്കാടുള്ളൊരു മാഷുണ്ട്, അയാളുടെ കയ്യിലാണ് പൈസ കൊടുക്കേണ്ടത്. അയാൾ അവധിക്ക് വന്നിട്ടേ തിരിച്ചു പോണ ദിവസം ഒന്ന് മോന്റെ കോഴ്സിന് വെച്ച പൈസയാ തിരിമറി ചെയ്തത്. ആ പണം ഒന്ന് കിട്ടിയില്ലെങ്കിൽ എന്റെ മോന്റെ ഒരു കൊല്ലം അങ്ങോട്ട് പൂടാ. ഈ ചാവക്കാടുള്ള മാഷ് എന്ന് പറയുമ്പോ അങ്ങേരുടെ പേര് രാജേഷ് എന്നാണോ? അതെ. നീ അറിയോ? പിന്നെ നമ്മുടെ കേട്ടിയല്ലേ, ഞാൻ ബാംഗ്ലൂര് പോകുമ്പോ അങ്ങേരുടെ ഫ്ലാറ്റിലല്ലേ താമസിക്കാറുള്ളത്. നമുക്ക് ആ മാഷൊന്ന് ചെന്ന് കണ്ടാലോ? എന്തുകൊണ്ടാണ്? അല്ല, കിട്ടിയില്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അക്കൗണ്ടിൽ ഇടാന്ന് പറയാലോ. അല്ല, ഇവരെ പരിചയമുള്ളതുകൊണ്ട് വലിയ പ്രശ്നം വരാൻ വഴിയില്ലട്ടാ. പ്രാഞ്ചേട്ടാ, ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. ഒന്ന് വിളിച്ചോക്കടാ. ഹലോ മാഷല്ലേ? ഞാൻ വറുതു മനസ്സിലായില്ലേ? വറുതു അതിപ്പോ എവിടെയല്ലേ? അതെ, അന്ന് അവിടെ നിക്കട്ടാ, ഞാൻ ഇപ്പൊ വരാം. എവിടെയും പോവരുത്, നിക്ക്, ഇപ്പൊ എത്തും. ഒരു കാര്യണ്ട്. ദേ വരുന്നു. ഭാഗ്യണ്ട്, മാഷ് അവറാച്ചേട്ടനെ കാണാൻ വേണ്ടി കുന്നംകുളത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ താഴ്ത്തങ്ങാടി ജംഗ്ഷനിലുണ്ട്. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാല്ലേ, എപ്പൊ തന്നെ ഒന്ന് പോയി കാണാം. പോവാ, വാ. എന്നാ നിങ്ങളൊന്നും ഇവിടെ ഇരിക്കേ, ഞാൻ അപ്പൊ വരാം. അവര് പോയിട്ട് പറ്റേ കാശിപ്പ് കിട്ടല്ലേ? കർത്താവേ, അതെ, സംഗതി രഹസ്യ. അവറാന്റെ മോന് കോഴ്സിന് ചേരാൻ കൈക്കൂലി ആയിട്ട് തന്നെ 2 ലക്ഷം. അതിന് 8-10 പേർക്ക് വീതം വെച്ച് കൊടുക്കണം. സംഭവം ഇന്ന് തന്നെ വേണമെന്നില്ല, ഞാൻ അവിടെ ചെന്നിട്ട് അയച്ചു തന്നാലും മതി. പക്ഷെ ഇന്ന് എനിക്ക് പൈസ കിട്ടണം. എന്താ മാഷ അങ്ങനെ? എന്റെ വീട് പണി നടക്കണേ. കോൺട്രാക്ടർ ആൻഡ്രോസിന് ഇന്ന് 11 മണിക്ക് 2 ലക്ഷം രൂപ കൊടുക്കണം. ഇന്ന് 11 മണിക്ക് 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ലിൻഡിൽ അവൻ വാർക്കില്ല. അവൻ ഇന്ന് വാർത്തില്ലെങ്കിൽ അവൻ്റെ പണിക്കാരെ 3 മാസം കഴിയാലാണ്ട് കിട്ടില്ല. വെറുതോ സംഗതി നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ കേസലാട്ടാ. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോ ചെയ്യാ എവിടെയെങ്കിലും ഒരറ്റം കാണാണ്ടിരിക്കോ പ്രാഞ്ചേട്ടാ? എന്നുവെച്ചാ അത്യാവശ്യമില്ലാത്ത ഒരാള് ഇതിന്റെ ഇടയിലുണ്ടായ എല്ലാം സോൾവ് ആവില്ലേ? എന്ത് സോൾവ് ആവുന്ന പറയണത് നീ? അതെ, ഞാനൊരു കാര്യം പറയാം. അയാൾക്ക് ഇന്ന് എന്തായാലും ഞാൻ പണം കൊടുക്കുന്ന വാക്ക് കൊടുത്തിട്ടുണ്ട്. അയാളെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ സ്വപ്നാട്ടാ വീട്. നിങ്ങളൊരു കാര്യം ചെയ്യും പക്ഷേ, ആ ആൻഡ്രൂ സാറിന്റെ നമ്പർ ഒന്നും കൂടെ ഒന്ന് കോൺട്രാക്ടറുടെ. അതെന്തിനാ? അത് ഞാൻ നിങ്ങളുടെ വീട് പണിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല, വാർക്കൊക്കെ നടക്കും. അത് നടത്താൻ വേണ്ടിട്ടാ. പറഞ്ഞോ. 9847390005. ഇപ്പൊ കോൺട്രാക്ടർ നമ്മുടെ കയ്യിലായി. ആൻഡ്രൂ ചേട്ടൻ അതൊക്കെ ഉണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ, സ്വപ്നമൊക്കെ നടക്കും. പക്ഷേ കിട്ടണത് നടക്കും. അവൻ പറഞ്ഞത് നടക്കും, എനിക്കറിയാം. ശരി കേട്ടോ. എന്തുട്ട് പറഞ്ഞാലും ഒരു രക്ഷയില്ല എന്റെ ഭായി. 2 ലക്ഷം രൂപ ഇന്ന് തരാന്ന് പറഞ്ഞോണ്ടാ ആ മാഷ വീട്ടിൽ നിന്ന് പണിക്ക് ഞാൻ ആളെ വിട്ടത്. ഇതൊരുമാതിരി മറ്റൊരു പണിയായി പോയി. ആൻഡ്രൂസേ, സംഗതി വഷളാക്കല്ലേ. മാഷ് തനിക്ക് പറഞ്ഞ പണം തരും. അതെങ്ങനെ? അതങ്ങേര് തീരുമാനിച്ചോട്ടെ. എല്ലാ പ്രശ്നങ്ങളും എന്തുകൊണ്ടും മുള്ളെടുത്ത് തലയിൽ വെക്കണേ.
അതായി അതല്ല നിങ്ങളിപ്പോ എന്തുണ്ടും ഞങ്ങൾ കിട്ടും വന്നതിന്റെ കാര്യം ഇത്രയുള്ളൂ. ആ. മാഷ് തനിക്ക് തരാനുള്ള കാശിന് ഒരു 2 ദിവസത്തെ സാവകാശം കിട്ടുമോന്നറിയാം. ഞാൻ പറഞ്ഞില്ലേ പറ്റില്ലെന്ന്. വേണ്ട, ആയിക്കോട്ടെ, നമ്മളാ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചു. ഓ എനിക്ക് ഇന്ന് തന്നെ പണം കിട്ടിയേ പറ്റൂ. ആയിക്കോട്ടെ, അതിനാർക്കും എതിർപ്പില്ലല്ലോ. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് കിട്ടുമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു, അത്രേ ഉള്ളൂ. ഇത് അത്രേ ഞാൻ ഉള്ളൂ. വാശിക്കൊണ്ട് പറഞ്ഞല്ലേ ബൈ. എന്റെ വീട്ടിൽ വന്ന് കാവലിരിക്കുന്ന ആൾക്കേ ഈ മാനസിക പരിഗണന ഒന്നും ഇല്ല. വീട്ടിൽ വന്ന് കാവലിരിക്കും. 2 ലക്ഷം രൂപ ഞാൻ ഇന്ന് കൊടുക്കാനുള്ളതാ. ഈ മാഷിന്റെ വീടിന്റെ പണിക്ക് ആവശ്യമുള്ള കമ്പി സിമെന്റ് ഇറക്കിയത് ഇയാളുടെ കയ്യിൽ നിന്നാണ്. അയാൾക്ക് ഇന്ന് 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിലേ ആകെ കുളവും. എന്റെ തൊഴിലാ മുടങ്ങും. വെറുതോ ഈ കഥ അങ്ങനെ നീണ്ടു കിടക്കട്ടാ. നമുക്ക് ഈ സാധനം ഇവിടെ വെച്ചാൽ നിർത്താം. അപ്പൊ ആ പാപ്പച്ചന്റെ കാശ് ആരാ കൊടുക്കുക? ആ മൊയ്തുവിനെ ആദ്യം തന്നെ പിടിച്ചാൽ മതിയായിരുന്നില്ല. അപ്പൊ ആ ബുദ്ധി തോന്നിയില്ല. അയാള് വിളിച്ച ഫോൺ എടുക്കണ്ടേ? പരപ്പനങ്ങാടിയിലല്ല ആളുടെ വീട്. അങ്കിള് ചെല്ലാളിപ്പ. നിങ്ങളിപ്പോ ഏത് മൊയ്തിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കണേ? അത് വേറൊരു കുറിശയങ്ങള്. അത് പറയാതിരിക്കാനുള്ളത്. എന്തായാലും ഞങ്ങളായിട്ട് മാഷിന്റെ വീട് പണി മുടക്കണല്ലേ. മാഷ എവിടുന്നെങ്കിലും കാശുണ്ടാക്കി നിങ്ങൾക്ക് എത്തിച്ചേരും. മാഷ എത്തിച്ചേരും കേട്ടാ. അപ്പഴേ മക വിട്ടാലോ? വാ. പ്രാഞ്ചേട്ടാ നിന്നേ, ഒരു കെട്ടും കൂടി അങ്ങോട്ട് പൊട്ടിച്ചാലാ? അല്ല, അതിൽ കാര്യം സോൾവ് ആയി കിട്ടിയ പോലെ. എന്താ കാര്യം പറയേ ചേട്ടാ, ഒരു മൊയ്തുവിനെ കുറിച്ച് ചോദിച്ചില്ലേ? അറിയോന്ന് ചോദിച്ചില്ലേ? ആ, ചേട്ടനെ ഏത് മൊയ്തുവിനെ അറിയാം? എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു മൊയ്താണേ, ഈ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് മൊയ്തു. ഈ കമ്പി സിമെന്റ് ഒക്കെ ഇയാളാണ് ഇരിക്കുന്നത്. സംഗതി പഠിച്ചല്ലോ. അല്ല, ആൾക്ക് ഈ കുരുമുളകിന്റെ അടക്കടക്ക് വ്യാപാരം ഉണ്ടോ? എല്ലായിടപാടുണ്ട്. അയാൾ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തെ? അയാൾക്ക് ഇന്ന് 2 ലക്ഷം രൂപയെ കുന്നോളം മാർക്കറ്റിൽ അടക്കച്ചവടം ചെയ്യണ കുരുവിളിക്ക് കൊടുക്കാണ്ട്. അതിന് ഞാൻ 2 ലക്ഷം രൂപ അയാൾക്ക് വായ്പ കൊടുക്കണം. കുരുവിളക്കല്ലേ? കൊടുക്കാൻ ഞാൻ ശരിയാവാത്തതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കണത്. ചേട്ടൻ വിളിച്ച ആള് ഫോൺ എടുക്കോ? പിന്നെ എന്റെ ഫോൺ വിളിക്ക് വേണ്ടി കാത്തിക്കല്ലേ അയാള്. ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ആളെ വിളിച്ചിട്ട് കുന്നംകുളത്ത് അങ്ങാടിക്കൊന്ന് പറയാൻ പറയാം. ചേട്ടനും പോരെ? അപ്പൊ അതെന്തിനാ? കാശ കിട്ടും സ്പോട്ടില്. അതെങ്ങനെയാ? അതിനൊക്കെ വഴിയുണ്ടോ ശവി? കുന്നോളം കച്ചവടക്കാരുടെ അടുത്ത കളിക്കണേ. അത് പറട്ടാ. ശരി എന്നാ. എന്റെ പാപ്പൻ ചേട്ടൻ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കേ. വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് പ്രഷർ കൂട്ടല്ലേ. എന്റെ കുരുവിയെ, നീ ഈ ചതിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾ എന്ത് ഉറപ്പിലെന്ന് അവറാച്ചന് കാശ് കൊടുക്കാൻ പറഞ്ഞു? നീ ധരിച്ചിട്ട് അതേപോലെ തന്നെ ഞാനും. മൊയ്തു തരുന്നുള്ള ഉറപ്പില്ല ഞാൻ വാക്ക് തന്ന്. മൊയ്തു പൈസ തന്നില്ല, ഞാൻ എവിടെ നിർത്താ തരിക? ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ട കർത്താവേ? നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് കാശ് പലിശക്ക് മേടിച്ചല്ലേ? അതെ. അന്ന ഈ മാസത്തെ പലിശ നമുക്ക് കൊടുക്കാന്ന് പറയും. അതെ, കുട്ടിയോട് തിന്നണ്ട കാശ് അത് കുഴപ്പമില്ല, ഞാൻ പരിഹരിച്ചോളാം. ഈ കുബേര വന്നതിന്റെ ശേഷം അയാള് പലിശക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയതാ. എന്നോടുള്ളൊരു വിശ്വാസം കൊണ്ട് അയാൾ കാശ് തന്നെ അറിയോ? അത് മാത്രല്ല, അത് കിട്ടിയിട്ട് വേണത്ര അയാൾക്ക് മാഷക്ക ആർക്കാണ്ട് കൊടുക്കാൻ. എന്നാ കാശ് കിട്ടിയില്ലെങ്കിൽ അയാള് വീട്ടിൽ കയറി വെട്ടും വെട്ടുന്ന വെട്ടുവൻ. ഭാര്യയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെട്ടും കുത്തൊക്കെ കണ്ട് കിടന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടറാ. അതെ, വെട്ടും കുത്ത കൊണ്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കണക്കുണ പറയാൻ നിൽക്കല്ലേടാ ഈ. വെറുതെ ടെൻഷൻ അടിക്കല്ലേ, പ്രാഞ്ചിയല്ലേ പോയിരിക്കണേ. മനുഷ്യ മുള്ളിന്റെ മോളെ പാണ്ടടങ്ങാൻ പ്രാഞ്ചി ഇങ്ങോട്ട് വരട്ടേന്ന്. നീ ഒന്ന് വിളിച്ചു നോക്കിയേ, എവിടെ എന്താ പിടുത്തം കിട്ടില്ലല്ലോ. ഓരോരുത്തരെ വിശ്വസിച്ചിട്ടാ ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുന്നു. ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറ്റണ കേട്ടോ. പ്രാഞ്ചി എന്തായടാ? പ്രാഞ്ചി ഒക്കെ സോൾവ് ആയി കേട്ടേ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഒക്കെ സോൾവ് ആയി. പ്രാഞ്ചി എന്തൊട്ട് സോൾവ് ആയിന്ന്? ഇക്ക് കാശ് കിട്ടിയിട്ടില്ല, ആവറാൻ പോയിട്ടില്ല. അവറാനൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, പോയി പണിയൊക്കെ പറയാ. എന്താ പ്രാഞ്ചി അങ്ങനെ പറയണ്? വർദ്ധോ പോയിട്ടെന്തായി? എനിക്കൊന്നും മനസ്സിലാവില്ല എന്റെ കുരുവേട്ടാ. എല്ലാം സോൾവ് ആയിന്ന് പറഞ്ഞ് പ്രാഞ്ചേട്ടൻ കാർ എടുത്ത് ഞാൻ കൂടെ പോന്നു. കുരുട്ടുബുദ്ധി ഉണ്ടായ പോരാ, അത് പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിക്കാറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ന്റെ പണിയാ കിട്ടുക. എന്തുട്ടും 8ന്റെ പണി അറിയാം നിനക്ക്? ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാം നിനക്ക്? അതൊരു സംസാര ശൈലിയല്ലേ? എന്തൊരു ശൈലിയായില്ല, അതിനൊരു കാരണം ഉണ്ടോ ശവി? 8 എന്ന് പറഞ്ഞ സംഖ്യ മറ്റുള്ള അക്കങ്ങളുടെ പോലെ അല്ല.
അതിനൊരു പ്രത്യേകത ഉണ്ട്. അറിയാം നിനക്ക്? ഇല്ല. എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത എന്നാ, 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ എടുത്താൽ അതിനൊക്കെ മിനിമം ഒരു അറ്റെങ്കിലും ഉണ്ടാവും. 1 നോക്കിയേ 2 അറ്റം, 2 നോക്കിയേ 2 അറ്റം, 3 3 അറ്റം, അങ്ങനെ തുടങ്ങിയ ഓരോ അക്കങ്ങൾക്ക് ഒരു അറ്റെങ്കിലും ഉണ്ട്. പക്ഷെ നീ 8ന്റെ ഉള്ളിലാ പെട്ടാൽ അറ്റം കിട്ടാണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങും. എന്താ അതാണ് 8ന്റെ പണി എന്ന് പറഞ്ഞ. പ്രാഞ്ചേ, ഞാനിപ്പോ ഈ 8ന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനൊരു വഴി പറയും നീ. കുരുവേട്ടനൊന്ന് ടെൻഷൻ ആവാണ്ടിരിക്കുക. അതിനെല്ലാം നമ്മൾ ഈ ജോക്കടിക്കണേ. ഞാൻ പറഞ്ഞില്ലേ 1/2 മണിക്കൂർ അതിന്റെ ഉള്ളിൽ സകല പരിപാടി സോൾവ് ആക്കും. ഇത് പ്രാഞ്ചിയുടെ വാക്കണം. ഹലോ, ആ ഏട്ടാ, അത് ഞാനാണ്, പ്രാഞ്ചാണ്. നമുക്ക് അത്യാവശ്യം ഒരു 2 രൂപ ആണല്ലോ. 2 ലക്ഷം. 10 മിനിറ്റുള്ള സാധനം തിരിച്ചാലാന്ന്. ശ്രമിച്ചോക്ക്. അതെയാ? ആ ശരി ശരി. ഉണ്ടെങ്കിൽ അയാള് തരണതാ. പ്രാഞ്ചേട്ടാ, ഇതാണ് ആ പ്ലാൻ. 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റണേ? അതാളാവും കാശ് റെഡി ആയിട്ട്. രാവിലെ വിളിച്ച സാധനമാണല്ലോ. ഹലോ, എന്റെ പൊന്നു ചങ്ങാതി, എന്റെ പേര് പ്രാഞ്ചി എന്നാണ്. എനിക്ക് കുന്നംകുളത്ത് അരിക്കച്ചവടമാണ്. ഒരു 8 മണിയാകുമ്പോ ഞാൻ കട അടയ്ക്കും. അതിനു മുമ്പ് തല്ലണെങ്കിൽ നീ വന്ന് തല്ലിക്കോ. എന്തേ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ടാ എന്റെ ആവശ്യം 2 ലക്ഷം ഉറുപ്പ്യ വേണം എനിക്ക്. തരണ്ടെന്റെ എന്താ എന്തുട്ടാ നാറി എന്നെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തണേ? ശവി വെച്ചിട്ട് പോടാ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താണ്ട്. ഒരു കാര്യം പറഞ്ഞ പോയി കാലിന്റെ മുട്ടി ഞാൻ തല്ലി പിടിക്കാൻ പോയിക്കോ അവിടുന്ന്. ആ വെച്ചു. അപ്പൊ അതിനുള്ള ഏകദേശം ഒരു തീരുമാനമായി. അവന്റെ കാര്യം തീരുമാനമായി, പക്ഷെ ഉമ്മയുടെ കാര്യം തീരുമാനമായിട്ടില്ലല്ലോ. അതൊക്കെ തീരുമാനമാക്കണ പറഞ്ഞു ഞാൻ നടക്കണം. നീ എന്ത് നിനക്ക് എന്താ പ്രാന്തി വെച്ചോണ്ട? അല്ല, അയാൾക്ക് പ്രാന്തായിന്ന്. ശരിയാക്കോ? ഞാനുണ്ട്. കേറിക്ക് പ്രാന്താ. പ്രാന്തന്റെ അപ്പനാട്ടാ. വണ്ടി പോട്ടെ. ഒരു തിരുമറി നടത്തി സംഘടിപ്പിച്ച 2 ലക്ഷം രൂപയത്. നീ ഈ കാശ് ഞാൻ ഏട്ടങ്കടിക്ക് കടമായിട്ട് തരാ. ഏട്ടങ്കടിയെ, നീ ആ പണം കൈയോടെ പാപ്പിച്ചേട്ടന് കൊടുത്തിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർത്തേ. പാപ്പിച്ചേട്ടാ വാ. കർത്താവേ, കുരുവേ, ഇന്നോടൊന്നും തോന്നല്ലേട്ടാ. നിവൃത്തികേടോണ്ടാ. അതൊക്കെ മനസ്സിലായി പാപ്പിച്ചേട്ടാ. എന്തായാലും അടക്ക ലേലം ചെയ്തെടുത്ത പകരമുള്ള പൈസ കിട്ടിയില്ലേ? കിട്ടി. ഞാൻ കാശ് പെട്ടെന്ന് തന്നെ അവറാൻ ചേട്ടനാ കൊടുത്തേ. ബ്ലേഡിന് മൂർച്ച വിടണ്ട. ബ്ലേഡ് ആണെങ്കിലും അല്പം മനസ്സാക്ഷിയുള്ളതാ. ഓ, ഇതെന്റെ മോന്റെ കാര്യമായതുകൊണ്ടാണ് കേട്ടാ. മോന്റെ കാര്യം മുടക്കണ്ട. ഇതാ നിക്കണു മാഷ്. ആ പണം കൊടുത്ത് നിങ്ങളാ സ്കൂട്ടായിക്കോ. മോന്റെ സീറ്റിന്റെ കാര്യം അതെന്റെ വാക്കാ. ധൈര്യമായിട്ട് പൊക്കോ. ഇതുവരെ തെളിവില്ലാന്ന് പറഞ്ഞുള്ള വിഷമല്ലായിരുന്നു സാക്ഷികള്. പിന്നെ അടുത്ത മാസം കോഴ്സിന് ചേരാൻ അറിയിപ്പ് വരും. ഈ മാമൂല് പതിവുള്ളതാ. നല്ല മത്സരം അവിടെ. അതെനിക്കറിയാലോ. എന്നാ ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നല്ല അവരോടും. ശരി. അപ്പൊ അവര് രണ്ടാളുടെയും കാര്യം റെഡി. അപ്പൊ മാഷേ, നമുക്ക് ആ ലിൻഡലിന്റെ പണികൾ നോക്കല്ലേ? അപ്പൊ ഞങ്ങളുടെ കൊടുത്തോ. ഇതാണ് പിടിച്ചാൻ. അതേ, മാഷിന്റെ വീട് പണി ഗംഭീരാണ്. പിന്നെന്താ? ഇനിയാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ്. പോയതുക്കാ, നിങ്ങള് കുരുവേരനെ പേടിച്ച് മാറിയൊന്നും വേണ്ട. നിങ്ങള് പോന്നോ? ആളുടെ ബോധം പോയി നിക്ക്. ആ പൈസ കൊടുത്താ ഇത് സിമെന്റിന്റെയും കമ്പിയുടെയും ചേർത്തിട്ടാ. ഇനി ഓർഡർ വരും, തരാണ്ടിരിക്കരുതിട്ടാ. ഒന്നും സാരല്ല, മനഃപൂർവ്വം അല്ലല്ലോ. എത്ര വലിയ ബിസിനസ്സുകാരനായാലും ചില സമയത്ത് 9 പൈസ പോലും നമ്മുടെ കയ്യിലുണ്ടാവും. എന്നാ പിന്നെ ഞങ്ങൾ അറിയാം. ശരി കേട്ടാ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി. ആ പൈസ കുരുവേട്ടന കൊടുത്തോ. നിങ്ങളുടെ ഇടയ്ക്കയുടെ എക്സ്പോർട്ടിങ് നമ്മൾ തന്നെ ചെയ്തോളാം. ഒടുങ്ങി പോയതാണ്.
അല്ല എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോൺ വരുമ്പോ അത് എടുക്കാതിരിക്കണ അത്ര നല്ല പരിപാടിയാ. മറുപടി അറിയാൻ നമുക്കൊന്നും ഇല്ലാഞ്ഞിട്ടാണ് മോനെ ഫോൺ എടുത്താന്നോണ പറയേണ്ടി വരും. എന്തിനാ നരകത്തിലേക്ക് അവർ വർഗം കൊള്ളി നമ്മൾ ചമ്പാവനം ചെയ്യണേ? ഞാൻ പറഞ്ഞട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അത് വേണ്ട, അത് ഇവിടെ. അപ്പോ ഞാൻ കടമായിട്ട് തന്ന 2 ലക്ഷം രൂപ ഞാൻ തന്നെ ഇവിടെ തിരിച്ചെടുത്തു. എന്താ ഉണ്ടായി പ്രാഞ്ചിയെ? എല്ലാവരുടെ പ്രശ്നങ്ങളും സോൾവ് ആയി. ആരും ആർക്കൊന്നും കൊടുക്കാനുമില്ല, ഒന്നും ബാക്കി നിർത്തിയിട്ടില്ല. അല്ല എന്നാലും എന്റെ അടക്കയുടെ കാശ് അതല്ലേ പാപ്പച്ചേട്ടന്റെ കടം വീട്ടിയത്. അതെ, ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായ ജീവിതം എന്തൊരു രസാ. മനുഷ്യന്മാര് വെറുതെ കുരുക്കൾ ഉണ്ടാക്കി അഴിച്ചിടണ്ടേ. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ച പോലെയാണ് വെറും 2 ലക്ഷം കൊണ്ട് പ്രാഞ്ചേട്ടൻ എല്ലാവരും കടം വീട്ടിയത് അല്ലേ? അല്ലട പ്രാഞ്ചിയെ, എന്നാലും അണക്ക് എവിടുന്ന് അത്രയും കാശ് ഇത്ര പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റിയേ? ഈ കാശോ? ഇത് ഒപ്പിക്കപ്പോ എന്തുട്ടാ പണി? എന്താ കർത്താവേ, കാശല്ലത് കർലാസാ കർലാസ്. പ്രാഞ്ചി ഇതെന്തത്? നിങ്ങളെന്തിനാ ഞെട്ടണേ? ഈ പണം എന്ന് പറഞ്ഞ എന്താ? അതൊരു വിശ്വാസത്തിനുള്ള മൂല്യമാണ്. 2 ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള വിശ്വാസമായിരുന്നു ഇത്ര നേരം ഇതിന്റെ ഉള്ളില്. ആ കാര്യം സോൾവ് ആയില്ലേ? കാശ് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ അല്ലേ? കാര്യങ്ങൾ നടത്താനുള്ള ഒരു ഇടനിലക്കാരൻ. എന്തായാലും നമ്മള് കൂടുതൽ തലവയ്ക്കേണ്ട കാര്യമില്ല ഗുരുവേട്ട. അല്ല എന്നാലും ഇപ്പൊ എന്താണ്ടായേ? ഏട്ടകടേ, കുന്നംകുളത്ത് ജനിച്ച് ജീവിച്ചാ പോരാ, കുറച്ചെങ്കിലും കുന്നംകുളത്തുകാരുടെ ബുദ്ധി തലയിലുണ്ടാവണം. പ്രത്യേകിച്ച് കുന്നംകുളത്ത് ജീവിക്കണെങ്കിൽ. ഇപ്പഴത്തെ കിട്ടിയാ അത്താണ്.